ആദ്യം പോകുന്നത്. അഷ്റഫിനെ പരിചയപ്പെടുത്തേണ്ടത് തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. വീണ് പരിക്കേറ്റ ശേഷം കിടപ്പ് രോഗിയായി മാറി. അതിനുശേഷം കുടകൾ നിർമ്മിച്ചുകൊണ്ട് സ്കൂളുകളിലേക്ക് അടക്കം കൊടുത്ത് വിൽക്കുന്ന ഉപജീവന മാർഗം കണ്ടെത്തുകയായിരുന്നു അഷ്റഫ്. ലോക്ക്ഡൌൺ കാരണം അതും മുടങ്ങിയിരിക്കുന്നു. ആ വാർത്ത ന്യൂസ് 18 നേരത്തെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തതാണ്. അഷ്റഫിലേക്ക് ആദ്യം പോയ ശേഷം ഞാൻ പാനലിസ്റ്റുകളിലേക്ക് വരാം. കോഴിക്കോട് നിന്ന് അഷ്റഫ് നമുക്കൊപ്പം. അഷ്റഫ്, ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് സർക്കാർ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ട് എന്നാണ് പറയുന്നത്. കിറ്റുകളടക്കമുള്ള സഹായങ്ങൾ എത്തിച്ചു തരുന്നു. പക്ഷേ അപ്പോഴും ജീവിതം പൂർണ്ണമായി വഴിമുട്ടിയ അവസ്ഥയിലാണെന്നുള്ള അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും എല്ലാം പല ഭാഗങ്ങളിൽ നിന്ന് വരികയാണ്. അതിലൊന്നാണ് അഷ്റഫിൻ്റേത്. ഏത് രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കേൾക്കാമല്ലോ അഷ്റഫ്? കേൾക്കാമല്ലോ അല്ലേ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏത് രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ചത് പ്രധാനമായും, അതായത് കിട്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ പല രീതിയിൽ നിന്ന് സർക്കാർ വൃത്തങ്ങളിൽ നിന്നെല്ലാം ആ രീതിയിലെല്ലാം ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോഴും ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു വർഷമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹകരമായി തന്നെയാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെയുള്ള ഒരു ആയിരക്കണക്കിന് കേരള സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 15 ലക്ഷത്തോളം ഭിന്നശേഷിക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട് സർവേ. പക്ഷേ അതിൽ 1000-ഓളം ഭിന്നശേഷിക്കാർ ഇന്ന് സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ട്, സ്വയം തൊഴിൽ ചെയ്യുന്ന ഇതാവുന്നുണ്ട്. അവരെ ഈ സ്വയം തൊഴിൽ ചെയ്യുന്ന ഈ 2 വർഷമായിട്ട് സീസണിൽ അതൊന്നും നടക്കാതെ വരികയാണ്. സ്വയം തൊഴിൽ നടക്കുന്നുണ്ടെങ്കിലും അത് ഒരു മാർക്കറ്റിംഗ് മാർഗം അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഈ അടഞ്ഞു കിടക്കുന്നത് വളരെ രസകരമാണ്. സർക്കാർ പറയുന്ന കിറ്റ് തരുന്നുണ്ട്, എൻ്റെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാ സർക്കാർ ജോലിക്കാർക്കും എല്ലാവർക്കും ഈ കിറ്റ് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഈ ഭിന്നശേഷിക്കാർക്ക്. അപ്പം ഞങ്ങൾക്ക് ആകെ കിട്ടുന്നത് സർക്കാരിൽ നിന്നുള്ള 1600 രൂപ പെൻഷൻ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, കേരളത്തിലെ ഈ ഭിന്നശേഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് സർക്കാർ അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഏത് രീതിയിലാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്? അപ്പോൾ സ്വാഭാവികമായും ഈ കുടകൾ ഉണ്ടാക്കുന്നത്, അത് പൂർണ്ണമായും ആ വിൽപ്പന എല്ലാം അവസാനിച്ചിരിക്കുകയാണോ? ആ വിൽപ്പന ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്നു പറഞ്ഞാൽ നാട്ടിലുള്ള സഹായങ്ങൾ, നാട്ടിലുള്ള ആളുകൾ ഉള്ള സഹായങ്ങളോ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ള സഹായങ്ങളല്ലാതെ വേറൊരു ഇതില്ല. നമുക്ക് കിട്ടുന്ന ഈ പെൻഷൻ ആണ് വേറെ ഉള്ള മാർഗം. വേറൊരു മാർഗവും നമുക്ക് ഇല്ല ജീവിതത്തിന്. അത് തന്നെയാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക ഭിന്നശേഷിക്കാരും. അതോ നിർമ്മിച്ചത് ഇപ്പൊ മഴക്കാലം ഒക്കെ ആണല്ലോ, അപ്പൊ കുട നിർമ്മാണം വല്ലതും അത് ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ കുട ഞാൻ നിർമ്മിച്ചു വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോളൂ. ലോക്ക്ഡൌൺ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, ലോക്ക്ഡൌണിന് മുമ്പ് നിർമ്മിച്ചത് ഇവിടെ ഇതായി നിൽക്കുകയാണ്, കെട്ടിക്കിടക്കുകയാണ് സാധനങ്ങൾ. ഇപ്പോൾ ആരും പുറത്തിറങ്ങാത്തത് കാരണം നമ്മളിപ്പോൾ കുടകളൊന്നും ഇപ്പോൾ മാർക്കറ്റിലേക്ക് പോകുന്നില്ല. അങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ഇപ്പം ഉള്ളത്. എത്ര രൂപ ചിലവാക്കിയിരുന്നു അതിനെല്ലാം കൂടെ വേണ്ടി? എത്ര രൂപയാണ് മുതൽ മുടക്കി? അങ്ങനെയാണ് മുമ്പോട്ട്. ഇപ്പം ഞാൻ 1.5 ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും വിറ്റുപോയിട്ടില്ല. അത് മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടാണ് ഈ പ്രാവശ്യം ചെയ്തത്. അല്ല, അത് മുഴുവൻ കെട്ടിക്കിടക്കുകയാണ്. ഈ സ്കൂളുകൾ വഴിയുമൊക്കെ ആണല്ലോ വിറ്റ് പോയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളുകളെല്ലാം അടച്ചിടുന്നു. മറ്റേതെങ്കിലും രീതിയിലേക്ക് ഇത് വിറ്റുപോകാനുള്ള വഴികളുമില്ല. അതെല്ലാം പരിശോധിച്ചിരുന്നു. അത്തരം വഴികളില്ല എന്ന് തന്നെയാണ് അഷ്റഫ് പറയുന്നത്, അല്ലേ?
ഇപ്പോൾ അത്ര വഴികളൊന്നുമില്ല. അത്ര ഇതിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഈ ന്യൂസ് 18 ഇതിൽ കൂടി വന്ന ഇതും അതുപോലെ തന്നെ നമ്മുടെ പ്രസിദ്ധ സിനിമാ നടി സുരഭി ലക്ഷ്മീൻ്റെ ഒരു വീഡിയോ എല്ലാം കണ്ടിട്ട് പലരും കുറേ കടകൾ വാങ്ങിയിരുന്നു. പക്ഷേ ഈ വർഷം ഒന്നും അതുപോലും നിലച്ചു. ഇപ്പം തീരെ ഇതായി നിൽക്കുകയാണ്. നമുക്ക് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പം എൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസവും 100 രൂപയിലധികം മരുന്നിന് തന്നെ ചിലവഴിക്കണം. പിന്നെ അതുപോലെ വീട്ടു ചിലവുകൾ എല്ലാം വഹിക്കുന്നത് എൻ്റെ ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നമുക്കൊരാൾ നേരിൽ കൈ നീട്ടി പോകാനുള്ള ഒരു മനസ്സില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കിടക്കുന്നിടത്തൊന്നും ഇങ്ങനത്തെ ജോലികൾ ചെയ്യുന്നത്. ഈ ജോലികൾ ചെയ്ത് ഇപ്പോൾ വളരെ ഇതിലാണ് നിൽക്കുന്നത്. അതൊന്ന് എനിക്ക് പറയാൻ ഇപ്പോൾ ഈ സർക്കാർ പല കുടുംബശ്രീകൾക്കും ഫണ്ടുകൾ നൽകുന്നുണ്ട്. ഫണ്ടുകൾ നൽകി ഇപ്പോൾ തന്നെ ആറന്മുളം ഫാമിൽ ഒരു ഫണ്ട് നൽകിയിട്ട് അവിടെ കുട നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു, പത്രങ്ങളെല്ലാം. പക്ഷേ അത് ഈ കേരളത്തിലുള്ള ഭിന്നശേഷിക്കാർക്ക് കൊടുത്താൽ, ഈ കേരളത്തിലുള്ള ഭിന്നശേഷിക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നത് അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ജോലി അടിക്കാനോ ഒന്നല്ല. അപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് അത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഉപജീവിത മാർഗമായിട്ട് ഞങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോകും. അത് തന്നാൽ എന്നുള്ളതാണ്. അതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ ഈ കുടുംബശ്രീക്കാർക്ക് കൊടുക്കുമ്പോലുള്ള ഒരു സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംഘടനയ്ക്ക് അതുപോലെ ഇതുപോലെ കുറേ ആയിട്ട് കത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലെറ്ററുകളൊക്കെ പല ഇതിലും വോയിസ് ഓഫ് ഡിസേബിളിൻ്റെ ഇതിൽ പല മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷകാലത്തിൽ ഞങ്ങൾ ഇതുപോലെ എല്ലാ കത്തുകളും കൊടുത്തതാണ്. ഞങ്ങൾ ഈ സാധനങ്ങൾ വിറ്റുവയ്ക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് മേഖല കണ്ടെത്താൻ സർക്കാരിൻ്റെ രൂപത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, റൈറ്റ്. അഷ്റഫ്, ഞാൻ അഷ്റഫിലേക്ക് തിരികെ വരാം, ഒരല്പസമയം കൂടി തുടരാം. ഞാൻ KS ശബരിനാഥനിലേക്ക്. ശബരിനാഥൻ, ലോക്ക്ഡൗൺ കൊണ്ട് വലിയ ദുരിതത്തിലായിരിക്കുന്നു എന്നുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളാണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യൂസ് 18 അതൊരു ക്യാമ്പയിനായിട്ട് തന്നെ